ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രേപ്പിംഗ് സ്റ്റുഡിയോ. ഇന്ന് നമുക്ക് പ്രീ പ്ലേറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ആദ്യത്തത് മുന്താണിയുടെ പോർഷനാണ് മെഷർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പർ പ്ലേറ്റ് ഇത് മുതൽ നമ്മുടെ സൈഡ് ഹിപ്പിൻ്റെ അതുവരെയുള്ള പോർഷൻ, ഇതുവരെയുള്ളൊരു പോർഷൻ, ഇത്രയാണ് ആദ്യം മെഷർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ലോവർ പ്ലേറ്റ് ഏത് മുതൽ ഏത് വരെ വേണം എന്ന് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ വലതുവശത്ത് ആണ് നമ്മൾ മെയിനായിട്ട് സാരി ടക്കിൻ ചെയ്യാൻ തുടങ്ങുന്നത്. വലതുവശം മുതൽ ഒരു ചുറ്റി വരുമ്പോൾ ഉള്ള പോർഷൻ്റെ അളവ് എടുത്ത് വയ്ക്കുക. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. വച്ച ശേഷം അടുത്ത് നമ്മൾ എടുക്കുന്നതാണ് മുന്താണിയുടെ പോർഷൻ. മുന്താണി നമ്മൾ രണ്ടാമത്തെ ചുറ്റി ബാക്കിലേക്ക് ഇടുമ്പോൾ നമുക്ക് പുറകിൽ എത്രത്തോളം മുന്താണി ഇറക്കം ആവശ്യമാണെന്ന് ഷോൾഡർ മുതൽ കാഫിൻ്റെ, അതായത് നീയുടെയും കാൽമുട്ടിൻ്റെയും പാദത്തിൻ്റെയും ഇടയിലുള്ള പോർഷനിൽ ഒന്ന് ഒരു ഇറക്കം ക്രമീകരിച്ച ശേഷം അതിൻ്റെ അളവൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മൾ അപ്പർ പ്ലീറ്റിൻ്റെ അളവ് ഇത് മുതൽ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യും. മുന്താണിയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഈ പോർഷനിൽ നിന്നിട്ട് ഏകദേശം മുട്ടിനും കാഫിനും ഇടയിലുള്ള പോർഷൻ, എനിക്കിതൊരു 120 ഇത് പുള്ളിക്കാരിയുടെ മുന്താണിയുടെ ഹൈറ്റാണ്. അപ്പോൾ നിങ്ങളുടെ മുന്താണിയുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് അതൊന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ആ അളവിനനുസരിച്ചിട്ട് വേണം പ്ലീറ്റ് എടുത്തിട്ട് അയൺ ചെയ്ത് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ മുതൽ സൈഡ് ഹിപ്പിൻ്റെ നമ്മൾ സൈഡിൽ പിൻ കൊടുക്കുന്ന ഭാഗം വരെയുള്ള പോർഷൻ്റെ അളവാണ് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ അപ്പർ പ്ലേറ്റിൻ്റെയും സൈഡ് ഹിപ്പിൻ്റെയും മെഷർമെൻറ്റ്. അപ്പം ഇത് മുതൽ ഇതുവരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 125 125 സെൻറ്റിമീറ്ററാണ് പുള്ളിക്കാരുടെ അപ്പർ പ്ലേറ്റിൻ്റെയും, അതായത് അപ്പർ പ്ലേറ്റ് മുതൽ സൈഡ് ഹിപ്പ് വരെയുള്ള മെഷർമെൻറ്റ്. അപ്പോൾ നിങ്ങളുടേത് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത് നമുക്ക് വേണ്ടത് ലോവർ പ്ലേറ്റിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പം മൊത്തത്തിൽ 3 മെഷർമെൻറ്റാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തത് മുന്താണിയുടെ മെഷർമെൻറ്റ് ഇറക്കം എത്ര വേണം, രണ്ടാമത്തത് അപ്പർ പ്ലേറ്റിന് മുതൽ സൈഡ് ഹിപ്പ് കൊടുക്കുന്നത് വരെയുള്ള മെഷർമെൻറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലോവർ പ്ലേറ്റ്. ഇങ്ങനെ 3 മെഷർമെൻറ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ലോവർ പ്ലേറ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ മെഷർമെൻറ്റ് എടുത്തതിന് അനുസരിച്ചിട്ട് മുന്താണിയുടെയും ഈ ഫ്രണ്ടിലത്തെ അപ്പർ പ്ലേറ്റിൻ്റെയും പോർഷൻ മുതൽ ഹിപ്പ് വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലോവർ പ്ലേറ്റിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പം ലോവർ പ്ലേറ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെ ഇത്രയും പോർഷൻ വിട്ടതിന് ശേഷം ഇതിൽ പിടിക്കുക. ഇത് മുതൽ ഈ ലാസ്റ്റ് വരെയാണ് നമ്മുടെ ലോവർ പ്ലേറ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് അടയാളപ്പെടുത്തുക. ജസ്റ്റ് ഒരു പിൻ അവിടെ കൊടുത്തിട്ടിരുന്നാലും മതിയാവും. അതിന് ശേഷം നമ്മൾ പ്ലേറ്റ് എടുക്കുക. ഈ ലാസ്റ്റ് പ്ലേറ്റ് ഒന്ന് വലുതാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഹിപ്പിൻ്റെ, അതായത് നമ്മൾ വലതുവശത്താണ് സാരി ഉടുത്ത് തുടങ്ങുന്നത്. അപ്പം ഹിപ്പിൻ്റെ ഈ സൈഡ് മുതൽ ഇതുവരെയുള്ള അളവ് കാൽക്കുലേറ്റ് ചെയ്യുക. ശേഷം നമുക്ക് വരുന്നത് മുന്താണിയുടെ പോർഷനാണ്. ഇതാദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക.
അതിനുശേഷം മുന്താണിയുടെ മെഷർമെൻ്റ് എടുക്കുക. അതിനുശേഷം അപ്പർ പ്ലേറ്റിൻ്റെ മെഷർമെൻറ്റ് ഇത് മുതൽ ഇതുവരെയുള്ള പോർഷൻ്റെത് എടുക്കുക. ലാസ്റ്റാണ് ലോവർ പ്ലേറ്റ് വരുന്നത്. ലോവർ പ്ലേറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ ലോവർ പ്ലേറ്റ് ഏത് മുതൽ ഏത് വരെ വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പിൻ എന്തെങ്കിലും വെച്ചിട്ട് രണ്ട് സൈഡിൽ അടയാളപ്പെടുത്തി അതിൻ്റെ അത്രയും പോർഷനകത്തുള്ള ഭാഗത്ത് തന്നെ ലോവർ പ്ലേറ്റ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സാരി ഡ്രേപ്പിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സാരി ഡ്രേപ്പിങ്ങും പ്രീ പ്ലീറ്റിങ്ങും ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക, സജഷൻസ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.